ഇന്നെന്തോ ഗ്യാസും ഒക്കെ ആയിട്ട് പരിപാടിയല്ലേ? കത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യൻ കാണിക്കുന്നുണ്ടോ ഊരി വിട്ട്? കണ്ടാ, ഇതാണ് നമ്മളുടെ ഡിവൈസിന്റെ വർക്കിംഗ്. അപ്പൊ സനിയെ, ഇന്നെന്തോ ഗ്യാസും ഒക്കെ ആയിട്ട് പരിപാടിയല്ലേ? അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇനി സുരക്ഷിതമായിട്ട് ഗ്യാസ് ഉപയോഗിക്കാം. ഞാനൊരു ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് വെറും 299 രൂപയുടെ ഡിവൈസാണ്. 299 രൂപയുടെ ഡിവൈസാണ്. നമ്മൾ ഇതിന്റെ ഒപ്പം ഇൻഷുറൻസും കൊടുക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. എത്ര വർഷത്തെ ഇൻഷുറൻസ് കൊടുക്കുന്നത്? അതായത് ഇത് ഈ നാനോ ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചതിന് ശേഷം ഈ സിലിണ്ടറിൽ നിന്നോ ഗ്യാസിന്റെ എന്തെങ്കിലും ഒരു അപകടം നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ 1 രൂപ മുതൽ 50 ലക്ഷം രൂപയുടെ വരെയുള്ള ഇൻഷുറൻസ് ആണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത്. പറ്റിപ്പോ വെട്ടിപ്പോ ഒന്നുമല്ല, നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് മസ്റ്റായിട്ടും ആദ്യം വരുന്ന കാർഡ് തന്നെയാണ്. അതായത് ഈ QR കോഡിൽ നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നേരെ ഓഫീസ് സൈറ്റിലെത്തും. നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഡിവൈസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണുന്നതാണ് ഒരുപാട് ഗ്യാസ് കൊണ്ടുള്ള അപകടങ്ങൾ ഒരുപാടുണ്ട്. അതിനെയൊക്കെ മാറ്റി നിർത്തുന്ന ഈ 1 ഇഞ്ച് പോലും വലിപ്പമില്ലാത്ത ഈ നാനോ ഡിവൈസ് ആണ് നമ്മളെ ഈ ഗ്യാസ് ലീക്കേജിൽ നിന്ന് രക്ഷിക്കുന്നത്. വെറും 299 രൂപയ്ക്ക് ഈ ഡിവൈസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം എന്ന് കരുതി നമ്മൾ വെച്ച വീടും നമ്മുടെ സ്ഥാപന വസ്തുക്കളും നമ്മുടെ ബന്ധുജനങ്ങളും എല്ലാം സുരക്ഷിതമായി. പിന്നെന്തോ വേണം? എല്ലാം സുരക്ഷിതമായി. അത് നമ്മുടെ ഉറപ്പാണ്. അതെ. ഏറ്റവും വലിയ ഒരു പേടി സ്വപ്നം എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരുടെ എവിടെങ്കിലും പോകുമ്പോൾ അവർ ഓർക്കത്തില്ലേ ഗ്യാസ് ഓഫ് ചെയ്യാൻ. ഗ്യാസ് നീ അടച്ചോ? വഴുനീളെ ഇവര് ഇതിനെ കുറിച്ച് ഓർത്ത് പേടി വേടുകയാണ്. എന്റെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാലും അതിനെ കുറിച്ച് നിങ്ങൾ മറന്നു കളയുക. അതിന് ആളുണ്ട്. സനി, ഇതാണ് നമ്മുടെ ഒരു വീട്ടിലെ ഒരു സെറ്റപ്പ്. ഒരു ഗ്യാസ് കണക്ഷൻ സെറ്റപ്പ്, സിലിണ്ടർ, ട്യൂബ്, റെഗുലേറ്റർ, ട്യൂബ്, സ്റ്റൗ. ഓക്കെ. ഗവൺമെന്റിന്റെ തലത്തിൽ നമ്മുടെ സിലിണ്ടർ സുരക്ഷിതമാണ്, റെഗുലേറ്റർ സുരക്ഷിതമാണ്. പക്ഷെ റെഗുലേറ്ററിൽ വരുന്ന പൈപ്പും നമ്മുടെ ഈ സ്റ്റൗവും അതാണ് പ്രശ്നം. ഇവിടെയാണ് പ്രശ്നം. ഈ പ്രശ്നത്തിനാണ് നമ്മൾ പെർമനന്റ് സൊല്യൂഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇത് നോർമലി നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇത് നോർമൽ ട്യൂബാണ്. നോർമൽ ട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്നു. നേരെ പൈപ്പ് ഇത് പിടിപ്പിക്കുന്നു. ഇത് പിടിപ്പിക്കാൻ തന്നെ അറിയാത്ത സ്ത്രീകളുണ്ട്, കുറെ പേരുണ്ട്. ടെൻഷനാണ്. ഗ്യാസിന്റെ കാര്യമായതുകൊണ്ട് അവർക്ക് പൊതുവേ ഒരു ടെൻഷൻ അവർക്ക് കൂടുതലാണ്. നേരെ നമ്മുടെ സ്റ്റൗവിലേക്ക് കൊടുക്കുന്നു. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നു. എൻഷുർ ചെയ്യുക എല്ലാം ഓഫ് ആണെന്നുള്ളത്. ഓഫ് ആക്കിയതിനു ശേഷം നമ്മൾ അവിടുന്ന് ഓൺ ചെയ്തതിന് ശേഷം ഓൺ ചെയ്തതിന് ശേഷം കത്തി. കാരണം അവിടെ ഇവിടെ വരാനുള്ള ആ ഒരു ടൈമിംഗ് വേണം. കത്തുന്നു. ഇതിനിടയ്ക്ക് ഇതാണ് നമ്മുടെ സാധാരണ നോർമലി ഗ്യാസിന്റെ വർക്കിംഗ്. ഇതിൽ ഏതെങ്കിലും കാരണവശാൽ ഇതിലൊരു ലീക്കേജ് ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക്, അതായത് ഈ ട്യൂബിന്റെയും ഈ സ്റ്റൗവിന്റെയും ഇടയ്ക്ക് അത് ട്യൂബാകാം, കട്ടായിട്ട് സ്റ്റൗവിലെ സേഫ്റ്റി ഡിവൈസ് പഴയതായതിനു ശേഷം, അല്ലെങ്കിൽ ഈ തിളച്ചു തൂബി നമ്മുടെ ഈ റെഗുലേറ്റർ പല എലി വന്ന് കറണ്ട് എന്ത് സംഭവിച്ചാലും, എന്തെങ്കിലും ലീക്കേജ് സംഭവിച്ചാൽ ഇതിനൊന്നും ആർക്കും ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പാടില്ല. വലിയ അപകടം തന്നെയാണ് ഇത് വരുന്നത്. മിക്കവാറും അപകടങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഡിവൈസ് വെച്ച് നോക്കാം. വെടിയുണ്ട് ഈ ഡിവൈസ് ആണ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിലേക്ക് പ്രസ് ചെയ്യുക. ഈ പ്രസ് ചെയ്ത് ഇതിനകത്ത് കയറിയല്ലോ, ഈ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെഗുലേറ്ററിലേക്ക് കൊടുക്കുന്നത്. ഇത് ട്യൂബ്, അത് ഈ ട്യൂബും ഡിവൈസും ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ നാനോ ഡിവൈസ് ഫിറ്റ് ചെയ്ത ആ ഭാഗമേ റെഗുലേറ്ററിൽ പിടിപ്പിക്കാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവിടെ നിന്നാണ് ഗ്യാസ് പോകേണ്ടത്, ഇതാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇത് ലോക്കലി മേടിച്ച ഒരു ട്യൂബാണ്, നമുക്ക് ഇതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് നമ്മുടെ സുരക്ഷാ ട്യൂബ്, അതായത് നാനോ ഡിവൈസ് ഉള്ള നമ്മുടെ ട്യൂബ് നമ്മൾ പ്രത്യേകം നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ നമ്മൾ അത് വെച്ച് വേണം ചെയ്യാൻ. അത് ചെയ്യാം. അപ്പൊ നമ്മുടെ ട്യൂബ് ഏത് ട്യൂബ് വേണേലും എടുക്കാം. ഈ ഇരിക്കുന്നൊക്കെ ട്യൂബാണ്, മാജിക് ലോക്കിന്റെ ട്യൂബാണ്. ഇത് നോക്കുക, ഇതിന്റെ ഏത് ഭാഗത്താണ് നമ്മളുടെ ഡിവൈസ് അവിടെ ഇല്ല. കാണാൻ പറ്റും. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഡിവൈസ് ഇരിക്കുന്ന ഭാഗം. ഇതാണ് റെഗുലേറ്റർ എടുക്കുക,
വളരെ കൃത്യമായിട്ട് അത് ഫിറ്റ് ചെയ്യണം. കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യുക. കൃത്യമായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നോർമൽ സിലിണ്ടറിൽ ഇത് ഇൻസെർട്ട് ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുന്നു. ഓക്കെ, എൻഷുർ ചെയ്യുന്നു ഇതിൽ ശരിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷനിലായിരിക്കുന്നത്. അവിടുന്ന് മാറ്റി നിങ്ങൾ കണക്ട് ചെയ്തത് ആ പൊസിഷൻ എന്ന് പറയുന്നത് റെഗുലേറ്റർ തൊട്ടടുത്താണ്. ഗ്യാസ് അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രീതിയിൽ പോകാം. തിരിച്ചിട്ട് കണക്ട് ചെയ്തത്. ഓക്കെ. പിന്നെ നമ്മൾ നമ്മുടെ എൻഷുർ ചെയ്യണം നമ്മുടെ ഈ സ്റ്റൗവിന്റെ എല്ലാ ബർണറും ഓഫ് ആയിരിക്കണം. നമ്മൾ നേരെ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാൻ പോകും. കത്തിക്കുകയാണ് ഞാൻ. കണ്ടോ, നോർമലി ഗ്യാസ് അല്ല, ആ ഗ്യാസ് ഏത് കത്തിയെന്നറിയോ? നേരത്തെ പൈപ്പ് വെച്ച് അദ്ദേഹത്തിന് ഇരിപ്പുണ്ടായിരുന്നു. അതാണ് ഇതാണ് കത്തുന്നത്. ഓക്കെ. നമ്മുടെ ഡിവൈസ് വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ച് കാണിക്കുകയാണ്. ഇനിയിപ്പോ ഇത് കത്തുന്നില്ലല്ലോ. ഇനി നോക്കുക, നമ്മൾ ഇതിന് നമ്മുടെ ഇവിടെ അല്ലേ ഇരിക്കുന്നത്. 1 2 3 ഏതെങ്കിലും തവിയുടെയോ എന്തെങ്കിലും സ്പൂണ് വെച്ചോ എന്തെങ്കിലും ഒരു 4 തട്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഇവൻ ഓണാവും. കത്തുന്നു. ഓക്കെ. ഇനി ഇതിലെ ലീക്കേജ് സംഭവിച്ചാൽ എന്താ സംഭവിക്കുന്നത് ഞാൻ കാണിക്കാൻ പോവുകയാണ്. വളരെ അപകടം പിടിച്ച രീതിയിലുള്ള ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. അതായത് കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചെയ്യട്ടെ? ശരി. കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് അവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ്. കാണിച്ചു തരാം. റെഗുലേറ്റർ ഓൺ ആണ്. ശരി, റെഗുലേറ്റർ ഓൺ ആണ്. ഗ്യാസിന്റെ റെഗുലേറ്റർ ഓൺ ആണ്. നിങ്ങൾ നോക്കണം, ഗ്യാസിന്റെ റെഗുലേറ്ററോട് ട്യൂബിന്റെ ഫ്രണ്ടിൽ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെന്താ കത്തത്തെ? പ്രശ്നമില്ലാത്ത എന്താ? ഇതാണ് നമ്മുടെ ഡിവൈസിന്റെ വർക്കിംഗ്. 100% വിശ്വാസത്തോടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത്രയും നല്ലൊരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഈ ഒരു 200 സംതിങ് രൂപ മുടക്കിയിട്ട് ഈ ഒരു ഡിവൈസ് വാങ്ങിക്കുന്നത് നിങ്ങൾ വീട്ടിൽ സേഫ് ആയിരിക്കും. നിങ്ങളുടെ കുടുംബവും ഇൻഷുറൻസ് കൊണ്ടും നിങ്ങൾ സേഫ് ആയിരിക്കും. ഇനിയിപ്പോ ഇത് കത്തിക്കണമെങ്കിൽ എന്തെങ്കിലും പെർമിഷൻ വേണം. ഇനി ഇത് കത്തിക്കണമെങ്കിൽ ഇത് തരത്തില്ല. കാരണം എന്തോ പ്രശ്നം ഉണ്ടായി. ഞാൻ തരത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഓൺ ചെയ്ത് ഇത് ഓണാണ്. ഇതാണ് കത്തില്ല. ഇതൊക്കെ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, അത് ഓണാണ്. റെഗുലേറ്റർ ഓണാണ്. നോക്കിക്കോ. റെഗുലേറ്റർ ഇവിടെ ഓണ്. കണ്ട, റെഗുലേറ്റർ ഓണാണ്. ഗ്യാസ് സ്റ്റൗ ഓണാണ്. ഗ്യാസ് സ്റ്റൗ ഓണാണ്. തരില്ല. പെർമിഷൻ തരില്ല. ഇത് ആദ്യം ഓഫ് ചെയ്യണം. കാരണം ഇത് എന്തോ ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം സമ്മതിക്കില്ല. ഇനി നമ്മൾ പെർമിഷൻ അദ്ദേഹത്തിന്റെ നമുക്ക് ഒരു ആക്ടിവേഷൻ ചെയ്യാം. ഓക്കെ, 3 അടി അവിടെ തീർന്നു. ഇനി കത്തും. അത് കൊള്ളാം. കണ്ടോ? അപ്പൊ ഇത് ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ സേഫ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. വീണ്ടും ഒന്നുകൂടെ കാണിക്കാം. ഫുൾ ഫ്ലെയിമിലാണ് കത്തുന്നത്. കത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യൻ കാണിക്കുന്നുണ്ടോ ഊരി വിട്ട്? കണ്ട, എന്താ ഒന്നും സംഭവിക്കാത്ത? അതാണ് നമ്മളുടെ ഈ ഡിവൈസ്. 299 രൂപയ്ക്ക് ഇൻഷുറൻസ് സഹിതം. അതായത് ഒരു റീചാർജിന്റെ പോലും ക്യാഷ് വരുന്നില്ല. അപ്പൊ ഇത് വായിക്കണമെങ്കിൽ തൊട്ട് ബാക്കിലായിട്ട് ചേട്ടന്റെ ഡീറ്റെയിൽ ഉണ്ട്. മാജിക് ലോക്ക് കായംകുളം. ഇതിന്റെ സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് മൊങ്കുഴി കളത്തട്ട്, നമ്മുടെ കായംകുളത്തിനടുത്താണ്. നമ്പറുണ്ട്. ഈ നമ്പറിലേക്ക് ഒറ്റ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, സാധനം നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അതുപോലെ ഏട്ടാ, നമ്മളുടെ ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, ചേട്ടൻ്റെ സബ് എടുത്ത് ചെയ്യണമെന്നുള്ളവർക്ക്, നിങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് അവർക്കും ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ? ഫ്രാഞ്ചൈസി പോലെ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? അത് അവരുടെ ഒരു ഫോൺ വേണം, ഒരു വാട്സപ്പ്, ഒരു ഫോണും വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. ഇതാണ് നമുക്ക് വേണ്ട ക്വാളിറ്റി. അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഇതാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഡിവൈസുകൾ നമ്മൾ കണ്ടു. ഇതെന്ന് പറയുമ്പോൾ നമ്മള് ട്യൂബും നമ്മുടെ ഡിവൈസും കൂടെ വരുന്നത് അല്ലേ? അതുപോലെ ഇതെന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ളതാണ്.
ഇതുണ്ട് കൊമേഴ്ഷ്യൽ LPG സേഫ്റ്റി ഡിവൈസ്. നമ്മളിപ്പോ കാണിച്ച അതെല്ലാം വരുന്നുണ്ട്. പറഞ്ഞു. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ Z+ ഞാൻ പറഞ്ഞില്ല, Z+ എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ് ആണ് നമ്മുടെ നാനോ സൂപ്പർ പ്രോഡക്റ്റ്. ഓക്കെ. അപ്പൊ പിന്നെ ഇതിന്റെ എല്ലാ പ്രോഡക്റ്റിന്റെ കൂടെ പ്രോഡക്റ്റ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ കാണിക്കുന്നത് ഈ ഇൻഷുറൻസ് കാർഡാണ്. നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുക്കുന്നതിന് മുമ്പും നമ്മൾ ആദ്യം കാണിക്കുന്നത് ഈ ഒരു ഇൻഷുറൻസ് കാർഡാണ്. 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് ഈ 200-something രൂപയുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു വലിയ ഇൻഷുറൻസുകാരെന്താ ഇത് അവര് 50 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് എല്ലാ പ്രോഡക്റ്റിനും കൊടുക്കുന്നത്, കണ്ണടച്ച് കൊടുക്കുന്നത് എന്താണ്? അത്രയ്ക്ക് പ്രൂഫായിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു ഡിവൈസ് തന്നെയാണ്. ഞാൻ നേരിട്ട് കാണുകയാണ്. ഈ ഒരു സ്റ്റൗവിനും ഈ ഒരു ട്യൂബിനും ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ എന്ത് അപകടം ഉണ്ടായാലും ഈ ഒരു ഡിവൈസിന്റെ ഉപയോഗം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ടിൽ 5 വർഷം നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉൾപ്പെടെയാണ് ഈ ഒരു ഡിവൈസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇത് ഹോട്ടലുകളിലേക്കും കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്. ഇത് കാണുന്നതെന്ന് പറയുമ്പം ഇത് ട്യൂബിൽ ആ ഒരു ഡിവൈസ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽ ഇത് ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഉപയോഗമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഗ്യാസ് സംബന്ധമായിട്ടൊരു ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നിന്നൊക്കെ നിങ്ങൾ എപ്പോഴും സേഫ് ആയിരിക്കും ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നതിലൂടെ കേട്ടോ. അപ്പം എന്തായാലും സന്തോഷം. ഈ ഒരു സ്ഥാപനം നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ്.